ചികിത്സ കിട്ടാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ കുടുംബം രംഗത്ത്. അന്വേഷണം മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് ഭാര്യ സിന്ധു ജനം ടിവിയോട് പ്രതികരിച്ചു. നവംബർ 5-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് വേണു മരിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും വന്ന് അന്വേഷിച്ചു, എല്ലാ റിപ്പോർട്ടും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇട്ടരച്ച് ഇങ്ങനെ അങ്ങ് ഈ ഒരു കാലയളവിൽ ഇതിങ്ങനെ അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങും എത്തിയിട്ടില്ല. കാരണം പുള്ളി മരിച്ചിട്ട് 3 മാസമായി, മരണമൊഴി കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ ഒരു സംഭവം. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? KP കൊല്ലം പന്മന സ്വദേശിയായിട്ടുള്ള വേണുവിനെ കഴിഞ്ഞ നവംബർ 5-ാം തീയതിയാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇത്തരത്തിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നത്. അതായത് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം വേണുവിൻ്റെ ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അന്ന് ഉയർന്നിരുന്നത്. മെഡിക്കൽ കോളേജിൽ വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിക്കുന്നില്ല എന്നും അതോടൊപ്പം തന്നെ ഈ ആൻജിയോഗ്രാം ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും അധികൃതരും ഒക്കെ കാണിക്കുന്ന ഒരു നിസ്സംഗത, അതിനെയൊക്കെ പറ്റി വേണു ശബ്ദ സന്ദേശത്തിലൂടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ പറഞ്ഞിരുന്നു. ആ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് വേണു മരിക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അന്ന് ഈ മെഡിക്കൽ കോളേജിനെതിരെയൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ഈ കുടുംബത്തിൻ്റെ, അതായത് ഭാര്യ സിന്ധുവിൻ്റെ അടക്കം മൊഴി നേരത്തെ ഇവർ രേഖപ്പെടുത്തി. അതിനുശേഷം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ വേണുവിനെ പ്രവേശിപ്പിച്ച മറ്റ് സർക്കാർ ആശുപത്രികളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയെപ്പറ്റി ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഴ്ചകളൊക്കെ എടുത്തു പറയുമ്പോഴും അതിലൊരു നടപടിയിലേക്ക് ഇതുവരെ കടന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ആരോഗ്യവകുപ്പിൻ്റെ ഈ റിപ്പോർട്ട് അത് സർക്കാരിന് തൃപ്തികരമല്ല. വീണ്ടും അതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യുവാൻ വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ ഭാര്യ സിന്ധുവിൻ്റെ ഹിയറിംഗ് വീണ്ടും നടത്തി. വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ ചോദിച്ച് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ഈ കുടുംബം പരാതി നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം ഈ നടപടി വൈകിപ്പിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇപ്പോൾ ആ സിന്ധു തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അതിൽ ഇത്തരത്തിൽ ഇഴച്ചു കൊണ്ടുപോവുകയാണ്. അന്വേഷണം നടക്കുന്നുവെന്ന് പറയുമ്പോഴും ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല. 3 മാസം കഴിയുന്നു ഈ വേണു മരണപ്പെട്ടിട്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ അന്വേഷണം നടക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞ് ഈ കുടുംബത്തെ വീണ്ടും ഇത്തരത്തിൽ അവരുടെ ഈ മൊഴി രേഖപ്പെടുത്തുന്നതും ഈ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം നടക്കുന്നുവെന്നൊക്കെ അറിയിക്കുന്നതും. പക്ഷേ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അതിനുവേണ്ടി എത്രത്തോളം പോരാടാനും തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ മരിച്ച വേണുവിൻ്റെ ഭാര്യ അടക്കം വ്യക്തമാക്കുന്നത്. ഒരു സാധാരണ കുടുംബമാണ്. ആ സാധാരണ കുടുംബത്തിലെ ഒരു ഗൃഹനാഥന് ഒരു അസുഖം വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഈ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന് ശരിയായ രീതിയിലും ശരിയായ സമയത്തും ചികിത്സ ലഭിച്ചില്ല എന്നുള്ളതാണ് ഉയർന്ന പരാതി. ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇത്രയധികം നീണ്ടുപോകുന്നത്. ശരി, കൊല്ലത്തു നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.